ഇതര മതത്തിൽപ്പെട്ട യുവാവിനോടൊപ്പം ഒളിച്ചോടിയ മകൾക്ക് കുടുംബം മരണാനന്തര ക്രിയകൾ ചെയ്തു. പശ്ചിമ ബംഗാളിലെ നാഡിയയിലാണ് സംഭവം. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇതര മതസ്ഥനായ കാമുകനോടൊപ്പം ഒളിച്ചോടിയത്. വീട്ടുകാർ നിശ്ചയിച്ച വിവാഹം വേണ്ടെന്ന് വെച്ച് മകൾ ഇതര മതസ്ഥനോടൊപ്പം പോയതോടെ കുടുംബാംഗങ്ങൾ ക്ഷുഭിതരായി. ഇതിന് പിന്നാലെയാണ് മകൾ ജീവിച്ചിരിക്കെ തന്നെ കുടുംബം മരണാനന്തര കർമ്മങ്ങൾ ചെയ്തത്. ഒളിച്ചോടിയതിന്റെ 12ാം ദിവസമായിരുന്നു ശ്രാദ്ധ ചടങ്ങുകൾ നടത്തിയത്. മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ച മകൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് തുല്യമാണെന്നും അതിനാലാണ് അവളുടെ ശ്രാദ്ധ ചടങ്ങ് നടത്തിയതെന്നുമാണ് വീട്ടുകാർ പറയുന്നത്. മകൾ ഇതര മതസ്ഥനോടൊപ്പം പോയത് കുടുംബത്തിന് വലിയ അപമാനം സൃഷ്ടിച്ചിരുന്നു. അവളുടെ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഞങ്ങളെ ഉപേക്ഷിച്ച് അവൾ അവളുടെ വഴിക്ക് പോയി. അവളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും കത്തിച്ചു കളഞ്ഞതായും യുവതിയുടെ അമ്മ പ്രതികരിച്ചു. അടുത്ത ബന്ധുക്കൾ തല മുണ്ടനം ചെയ്യുന്നതടക്കമുള്ള എല്ലാ ആചാരങ്ങളോടെയാണ് ശ്രാദ്ധ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള പുരോഹിതന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് യുവതിയുടെ മാല ചാർത്തിയ ഫോട്ടോയും സ്ഥാപിച്ചിരുന്നു. മറ്റൊരാളുമായി യുവതിയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ പെൺകുട്ടി ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ വിവാഹം വേണ്ടെന്ന് കാണിച്ച് യുവതി വീട്ടിൽ വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് കണക്കിലെടുക്കാതെ കുടുംബം വിവാഹം നടത്താനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി ഇതര മതത്തിൽപ്പെട്ട കാമുകനോടൊപ്പം ഒളിച്ചോടിയത്. പ്രവാസിയായ പിതാവും കുടുംബത്തിന്റെ തീരുമാനത്തിന് സമ്മതം നൽകുകയായിരുന്നു.